ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞെടുത്തൊരു വളിച്ചുണ്ട് പറഞ്ഞത് അത് ഫ്ലോപ്പായി. അങ്ങനെ മാസത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ലീവ് അതാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം എൻ്റെ കസിനെ വിളിച്ചിട്ട് ഇന്ന് അവൻ്റെ ഒപ്പം സ്റ്റേ അടിക്കാം എന്ന പ്ലാനിലൂടെ നേരെ പോണതാണ്. അത് സൈഡിലൊക്കെ കാണുന്ന മരവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് തന്നെ പോണേ കണ്ട. അതൊക്കെ പക്ഷെ നല്ല രസമുണ്ടാവും, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ പോണേ. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് കാത്ത് കാണും. എത്ര ഒന്ന് രണ്ട് വണ്ടി വന്നിട്ട് നിർത്താണ്ട് പോയി. പിന്നെ അപ്പുറത്തെ വശത്തോടെയാണ് വണ്ടികൾ കൂടുതൽ പോണേ. ഇപ്പോൾ അതേ ഒരു ബസ് വന്നാണ്ട് ആ വന്ന ബസ് നിർത്തൂല. അത് കഴിഞ്ഞ് അപ്പം തന്നെ അടുത്ത ബസ് ഒരെണ്ണം വരും, അതും നിർത്തൂല. അങ്ങനെ ബസ്സുകൾ നിർത്താണ്ട് കാത്ത് നിന്ന് ആറ്റ് നോറ്റൊരു വണ്ടി കിട്ടിയതാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്കൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് സിറ്റിയുടെ അടുത്തോട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സിറ്റിയുടെ അടുത്തെത്തി നേരെ എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. ഞാൻ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വണ്ടി പിടിക്കണം. അടുത്ത വണ്ടി പിടിച്ചാലാണ് എനിക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് പോകാൻ. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ ഞാൻ വന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി എനിക്ക് വരാനുള്ള വണ്ടി ഏതാണെന്ന് നോക്കി. ഇപ്പോൾ ആ നേരെ പോണ വണ്ടിയിൽ എനിക്ക് വേണമെങ്കിൽ പോവാം, പക്ഷേ എനിക്ക് ഡബിൾ ഡെക്കർ വേണം. എന്തിനാ? അങ്ങനെയാണ് മുകളിൽ ഇരുന്ന മൊത്തം കാഴ്ച ശരിക്കും കാണാം. അങ്ങനെ അറ്റത്തൊരു വണ്ടി നിർത്തിയിട്ടുണ്ട്, അത് ബോർഡ് വെക്കാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ആ വണ്ടി എടുത്ത് നേരെ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷം വന്നു. അങ്ങനെ ഓടിച്ചാടി തുള്ളി ഞാൻ ആ വണ്ടിയുടെ അകത്തും കയറി വണ്ടിയുടെ മുകളിൽ ചെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞൊന്ന് വീഴാൻ പോയി. പക്ഷെ അത് ഞാൻ കട്ട് ചെയ്ത് കളയും. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോയി. അങ്ങനെ വണ്ടിയുടെ മുകളിൽ ഒരു സീറ്റ് ഉറപ്പിച്ച് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്, ഒരു മനസ്സുഖമുണ്ട്. അങ്ങനെ വണ്ടി ഇതിപ്പോൾ മുബാർക്കിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മൊത്തം പാർക്കിംഗ് കണ്ടോ. എന്താ ഉള്ളത്, ഈ മുകളിലിരിക്കുമ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ മൊത്തം കുഞ്ഞു വണ്ടികളാണ്. അതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ട് എനിക്ക്. അതാണ് ഞാൻ മെയിനായിട്ട് ഈ ബസ്സിൻ്റെ മുകളിൽ തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പിൽ വന്നത്. അങ്ങനെ അവിടുത്തെ ടവറും കണ്ട്, ആ ടവറിൻ്റെ മുകളിലൊരു ഹോട്ടലൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇതേ അൽ മുബാർക്കിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് നേരെ കുവൈറ്റ് ടൗണിലേക്ക് കയറാണ്. ഒരുപാട് നല്ല അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ആ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോഴാണ് താഴത്ത് കുറേ സൈക്കിൾ റൈഡർമാരെ കണ്ടത്. അവരൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ എൻജോയ് ഒക്കെ ചെയ്ത് പോണതും കണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു എലിപ്പാഡും കണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ ബസ്സിൻ്റെ മത്സരോട്ടം തുടങ്ങാൻ പോണേ. അങ്ങനെ അതും സ്റ്റാർട്ടായി. ആര് തമ്മിൽ പോകുന്നു പറഞ്ഞത് അവനെ പോയി ഇടിക്കാൻ പോയതൊക്കെ കണ്ടും കുറേ ബിൽഡിങ്ങുകളും കണ്ടും കുറേ വളിപ്പം അടിച്ച് ഞാനങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് കുറേ എത്തിയപ്പോഴത്തേനും സിറ്റിയുടെ നടുക്ക് എത്തി. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്തിട്ടും ബസ് അങ്ങോട്ട് നീങ്ങാനുള്ള എന്ത് കഷ്ടം. പതുക്കെ പോണേ, ഒരു രക്ഷയില്ല, പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഒരു സിഗ്നലെത്തി. എനിക്ക് പോകാനുള്ള വഴിയുടെ റോട്ടിലേക്ക് ബസ് എൻട്രി ആവാണ്. അപ്പോൾ ഇവിടെയും കൊണ്ട് ബിൽഡിങ്ങുകൾ തീർന്നു, അതേ വലിയൊരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ തീർന്ന്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ബസ്സിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. അങ്ങനെ ബസ്സും പോയി. റോട്ടിലുള്ള വണ്ടികൾ ഓരോന്നായിട്ട് എണ്ണിക്കൊണ്ടിരുന്ന സമയത്ത് ദാ കാണുന്നു നമ്മുടെ പയ്യൻ അങ്ങ് ദൂരത്തുനിന്ന് വന്നുണ്ട്. കണ്ട, ഇപ്പം ലൈറ്റ് ഇട്ട് കാണിക്കും. അത് നേരത്തെ പ്ലാൻ ചെയ്താണ്. നേരെ വണ്ടിയുടെ അകത്ത് കയറി നേരെ ഒരു സലാം പറയും. എന്തൊക്കെയുണ്ട് തകർക്കാനുള്ളന്ന്. ബസ്സിലാണ് ആകെ ശോകം. തോന്നപ്പോ ബസ്സിൽ വന്നിട്ടേ ഭയങ്കര പതുക്കം വന്നിട്ടാ. ലാസ്റ്റ് എനിക്ക് ഉറക്കം തൂങ്ങണ പോലെ പോയി. ആകെ എന്തോ ഇടങ്ങേറ്. ഞാൻ വിചാരിച്ചു നീ എനിക്ക് പോസ്റ്റ് തരുമെന്നാണ്. ഇല്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എനിക്ക് അവിടുന്ന് എനിക്ക് ആ രാവിലത്തെ ഈ 3 പരുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ പരിപാടി പുള്ളിയുടെ പോണം. അപ്പൊ ഇന്നാണെങ്കിൽ പരുന്ത് പ്രാവരെ പിടിച്ചിട്ട് നേരെ സീറ്റ് പോകുന്നിരുന്നു. അതുകൊണ്ടാണ് അവിടെ ചോരായിട്ട്. ഞാൻ ക്ലീൻ ആക്കുന്ന ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നീ ഇരിക്കുമ്പോ നിന്നെ മൂട്ടിലാവും. അത് കാരണം ഇവിടെ വെറുതെ നിർത്തിയൊക്കെയാണ്. കണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവന് നിനക്ക് എന്താണ് ഈ പരിപാടി? എയർ ഗണ്ണാണ് ഇവിടെ. ഇതൊക്കെ പ്രോബ്ലം ഇല്ലാത്ത കാര്യം. എയർ ഗണ്ണാണ്. ഓ, നീ ഒരു വെടിവെപ്പുകാരനല്ലേ? എടാ, ഇതിനകത്ത് രാവിലെ ഗ്യാസ് അടിച്ചപ്പോ ലീക്ക് ഉണ്ട്. കേട്ടില്ലേ? സൗണ്ട് കേട്ടില്ലേ? ഗ്യാസ് ലീക്ക് ഉണ്ട്. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്യണം. അത് നീ റെഡിയാക്കാൻ പോണോ? കുഴപ്പമില്ല, അടുത്ത് തന്നെയാണ്. നോക്കാം, കട തുറന്നുണ്ടോ നോക്കാം. അതെനിക്ക് ഫുഡ് അടിക്കണം, എനിക്ക് വിശന്നിട്ട് ഭക്ഷണം കഴിക്കാം എല്ലാം കഴിക്കാം. ഞാൻ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് പറയണേ, എടാ എൻ്റെ ഒരു എൻട്രി എടുക്കണം, ആരും അറിയണ്ടാന്ന്. അതും ചീറ്റിപ്പോയി. ഒരു ചിരിയും ചിരിച്ച് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അങ്ങനെ സീറ്റും കണ്ടുപിടിച്ച് നേരെ പോയി. എനിക്ക് പൂരി മതി. 3 സെറ്റ് പൂരി. അവന് ചായ
അണ്ണാ ഒരു സെറ്റ് പൂരി 2 സെറ്റ് ദോശ പ്ലെയിൻ ദോശ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനുണ്ട് നോക്കിടാ കഴിച്ചിട്ട്. അഭിപ്രായം പറയില്ല, നല്ല തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു തീറ്റയും കഴിഞ്ഞ് പുറത്തിറങ്ങി നേരെ ഇതിൽ കുടിക്കാൻ വേണമെന്ന് പറഞ്ഞ് നേരെ പെപ്സി ഡയറ്റ് എടുത്തത്. ഞാനല്ല, അവനാണ് എടുത്തത്. നേരെ അവിടുത്തെ ആ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഒന്ന് കറങ്ങി എന്തെങ്കിലും ഉണ്ടോ നോക്കി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി നേരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തെ കടയിൽ കയറി വീട്ടിലേക്കുള്ള കുറച്ച് പച്ചക്കറി മേടിച്ച് അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത ആ പാവത്തിനെയും കൊണ്ട് അവൻ പണി ഒടിപ്പിച്ച് നേരെ വെച്ച് അവിടെ നിന്ന് യാത്ര തുടങ്ങി നേരെ ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഫാം ഹൗസിലേക്ക്. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ മൊത്തം തരിശുഭൂമിയാണ്. അങ്ങനെ നോക്കണ്ട, ഇടത്തെ സൈഡിൽ മൊത്തം ഈ അറബികൾ വന്ന് ടെൻ്റ് അടിച്ചേക്കാണ്. മൊത്തം നൈറ്റ് വൈബാണ്. നല്ല രീതിയിൽ തണുപ്പും കോടയും രാത്രികാലങ്ങളിൽ ഇവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നേരെ ഞങ്ങളുടെ ഫാം ഹൗസിലേക്കുള്ള വഴി കയറി. മൊത്തം അലമ്പുണ്ടായിട്ട് കിടക്കുകയാണ്, എന്നാലും ഒരു വൈബാണ്. അങ്ങനെ ഫാം ഹൗസിൽ കയറി ചെന്നപ്പോഴാണ് ദേ അങ്ങേറ്റത്തൊരു GMCയുടെ വണ്ടി കിടക്കുന്നത്. അമ്പോ, അത് ഉപയോഗിക്കാറില്ല. അങ്ങനെ നേരെ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നടത്തുന്ന സമയത്താണ് മറ്റൊരു കാര്യം നേരെ ഓർമ്മ വന്നത്. എന്താണ് അത്? നേരെ പുറത്ത് പോയി ചുറ്റും മൊത്തം ഒന്ന് നോക്കി, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല എന്നുള്ള ഒറ്റ ധൈര്യം കൊണ്ട് നേരെ പോയി എടുത്തത് നിസാൻ പാട്രോൾ. എല്ലാവരും വണ്ടി, ഏതൊരു വണ്ടിപ്രാന്തിൻ്റെയും ഒരു മോഹമായ വണ്ടിയാണ് നിസാൻ പാട്രോൾ. എൻ്റെ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഒരു മാസ് എൻട്രിയൊക്കെ ആ വണ്ടി കൊണ്ട് അവൻ എടുക്കാൻ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തപ്പോഴാണ് ഏതൊരു വണ്ടി കണ്ടാലും നമുക്കറിയാലോ അതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കണമെന്ന്. അങ്ങനെ അതിൻ്റെ ബോണറ്റും തുറന്ന് നോക്കി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ട് കേൾക്കണോ അതിയായ മോഹം കൊണ്ട് നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. റൈസ് ചെയ്തേ. എൻ്റെ മോനെ ഇപ്പല്ലേ ഇത് തിരിച്ച് ലോക്ക് സിസ്റ്റം 1 ഓടും 2 ഓടും 3 ഓടും. ഞങ്ങളിവിടെ പരുന്തിനെ ഉറപ്പിക്കാൻ പോവാണ്. നേരെ പരുന്തിനെ ഉറപ്പിക്കാൻ പോണത്. പരുന്തിനെ എടുത്ത് നേരെ മരുഭൂമിയിലേക്ക് പോണ സമയത്താണ് കണ്ടത് നമ്മുടെ നേരത്തെ കണ്ട നിസാൻ അവിടെ താന്നു പോയി മണ്ണില്ല. അങ്ങനെ ഒരു വണ്ടി കത്തി കിടക്കണം. ആ വണ്ടി ഒന്നിനും കൊള്ളൂല. നേരെ നോക്കുമ്പോഴാണ് അവിടെ വണ്ടി പറഞ്ഞ തല കീഴായി മറിഞ്ഞത് നിവർത്തിയിട്ടേക്കാണ്. അങ്ങനത്തെ പരിപാടിയെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നിസാൻ മണ്ണിൽ നിന്ന് നേരെ കയറി വന്ന്. അങ്ങനെ ആ വണ്ടി നോക്കി ഇന്ന് നേരെ നമ്മുടെ വണ്ടി കയറി നേരെ മരുഭൂമിയുടെ അങ്ങ് അറ്റത്തേക്ക് നമ്മൾ യാത്ര ചെയ്യും. എന്തിനാ നേരെ പോണേ? പരുന്തിനെ പറപ്പിക്കാൻ. അവനവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അവനെ പറപ്പിക്കാനുള്ള സ്പോട്ടിൽ ഞങ്ങൾ എത്തി. ഇനി അടുത്ത പരിപാടി എന്താ? പരുന്തിനെ പറപ്പിക്കുക. അതിനെന്താ ചെയ്യണ്ടേ? പ്രാവിനെ നേരെ മുകളിലേക്ക് വിടും. ആ പ്രാവിൻ്റെ ജീവൻ ഇന്നത്തോടെ കഴിഞ്ഞ്. അങ്ങനെ പ്രാവിനെ വിട്ട് പരുന്തിനെയും വിട്ട് രണ്ടുപേരും ഇനി ഫൈറ്റിങ്. എല്ലാവരും വണ്ടി എടുത്ത് റെഡി. എല്ലാവരും പരുന്തിൻ്റെ പുറകെയാണ് പോണത്. അവൻ ഈ പ്രാവശ്യം പെട്ടെന്ന് അതിനെ പിടിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട്. നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട ഒരു റൗണ്ട് അവിടെ പാസ്സായി. ഞങ്ങൾ 2 വണ്ടി ഇനി വെയിറ്റ് ചെയ്ത് നിന്ന് ഇനി അടുത്ത ഒരു റൗണ്ടും കൂടി പോകാനായിട്ട് നേരെ പോയി പരുന്തിനെ എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പ്രാവിനൊക്കെ റെഡി ആയിട്ട് നേരെ എല്ലാവരും പരുന്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് പെട്ടെന്നൊന്നും പരുന്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവൻ്റെ അടുത്ത് അനുവാദം ചോദിച്ച് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ച് അവൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ പരുന്തിനെ കാണാൻ വേണ്ടി പോയി. അപ്പോഴാണ് നോക്കിയാൽ അവനവൻ്റെ ശൗര്യം കൊണ്ട് നോക്കണേണ്ട. എന്തിനാ അടുത്ത പ്രാവ് എവിടെ എന്നാണ് അവൻ ചോദിക്കണേ. ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? അടുത്തത് അവനെ ഒരു റൗണ്ടും കൂടി പറപ്പിക്കാൻ പോണ്. അങ്ങനെ അവനെ ഒരു റൗണ്ട് കൂടി പറപ്പിച്ചു. പക്ഷെ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ ഒരു ചെറിയ ഡോട്ട് പോലെ പറഞ്ഞു പോകണ്ട. അവൻ നേരെ ഫൈറ്റിങ് കഴിഞ്ഞ് പ്രാവിനെയും പിടിച്ച് ഒരു ഒട്ടകത്തിൻ്റെ അടുത്ത് പോയാണ് അവൻ നേരെ ലാൻഡായത്. നേരെ അവൻ ആ ഒട്ടകത്തിൻ്റെ ചവിട്ട് കിട്ടുമെന്നുള്ള പേടിയും കൊണ്ട് നേരെ പോയി അവൻ പരുന്തിനെ എടുക്കാൻ പോയി. അതിൻ്റെ പുറകെ തന്നെ ആ ഏരിയയിലുള്ള എല്ലാ ഒട്ടകവും ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പരുന്തിനെ അവൻ എടുത്തുകൊണ്ട് നേരെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. പക്ഷെ വണ്ടിയുടെ അടുത്തുനിന്ന് എനിക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല. കാരണം ആ പരുന്ത് പ്രാവിനെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് കാരണം അതെല്ലാം കഴിഞ്ഞ് പരുന്തിനെ പറപ്പിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫാം ഹൗസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫാം ഹൗസിലേക്ക് പോണ വഴി നേരെ ഈ ഓയിൽ ഖനനം ചെയ്യണത്, ഓയിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കണ ഒരു സ്ഥലവും കൂടി ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കണ്ട്. പക്ഷേ എൻ്റെ മെമ്മറി അതിൻ്റെ ഇടയ്ക്ക് ഫുള്ളായി പോയിക്കൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് കട്ടായി പോയി. ഞാനത് അറിഞ്ഞില്ല. ബാക്കി വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.